സഹാക്കളെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയിൽ ഇങ്ങനെയൊരു സംഭാഷണത്തിന് ക്ഷണിച്ചത് ഭാഗ്യമായി കരുതുകയാണ്. 1889 തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ജനിച്ച 1960 ഡിസംബർ 8 കോട്ടയത്ത് വെച്ച് മരിച്ചുപോയ, ഇതിനിടയിൽ വളരെ വർഷം തിരുവനന്തപുരത്തും ഏതാണ്ട് 15 വർഷക്കാലം പറവൂരും കൊടുങ്ങല്ലൂരിൻ്റെ വടക്കുവശത്തുള്ള വടക്കൻ പറവൂരും ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ്, എ ബാലകൃഷ്ണപിള്ള എന്ന മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യമായി ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അത് എത്രത്തോളം വിശദമാക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കിടക്കാം. ഇദ്ദേഹം 1908 ചരിത്രത്തിൽ ഡിഗ്രി നേടുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയുള്ള കോളേജിൽ നിന്നാണ് ചരിത്രത്തിൽ ഡിഗ്രി നേടുന്നത്. പക്ഷേ ഈ ചരിത്രത്തിൽ ഡിഗ്രി നേടിയിട്ടും അദ്ദേഹം ഉടൻ തന്നെ അവിടെ ഒരു കോളേജിൽ ട്യൂട്ടറായിട്ടൊക്കെ ചേരുന്നുണ്ട്. അങ്ങനെ ട്യൂട്ടർ എന്നുള്ള നിലയിൽ, അതായത് കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം നല്ല സേവനമൊക്കെയാണ് കാഴ്ചവെച്ചത്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ സമയത്ത് പ്രധാനമായും നിയമം പഠിക്കണം എന്നുള്ള വിചാരം ഉണ്ടാവുകയും അത് പ്രൈവറ്റായിട്ട് പഠിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, 1913 അദ്ദേഹം നിയമ ഡിഗ്രി എടുത്തെങ്കിൽ പോലും നിർഭാഗ്യം എന്ന് പറയട്ടെ, വക്കീൽ എന്ന നിലയിൽ അദ്ദേഹം പരാജിതനായിരുന്നു. വക്കീൽ എന്ന നിലയിൽ പരാജിതനായി പോയ ഒരു മനുഷ്യനെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ചരിത്ര പഠനത്തിൽ അദ്ദേഹം ഏറെ മുന്നോട്ട് പോയി. സാഹിത്യ പഠനം, സാംസ്കാരിക വിമർശനം, പത്രപ്രവർത്തനം, ചിത്രകലാ പഠനം, ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനിതര സാധാരണമായ വിജയം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അല്ലെങ്കിൽ അതാണ് ഈ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യനെ നാം ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ ഡിസംബർ 18 ഓർക്കാൻ ഇടവരുത്തുന്നത്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹിത്യ പഠനത്തിൽ, അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നുള്ള നിലയിലുള്ള മുന്നേറ്റം, സാംസ്കാരിക വിമർശകൻ എന്നുള്ള നിലയിലുള്ള മുന്നേറ്റം, പത്രപ്രവർത്തകൻ എന്ന നിലയിലുള്ള കൃത്യമായ രേഖപ്പെടുത്തൽ, അതിലുപരിയായി ചിത്രകലാ പഠനം നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ, അതിലൊക്കെ ഉപരിയായി അദ്ദേഹം ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ കേരളത്തിൽ എന്നും ശ്രദ്ധേയനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്ര പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി ചരിത്ര പഠനത്തെക്കുറിച്ച് തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതാദ്യം പറയാം. അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിചാരധാരയുണ്ടായിരുന്നെങ്കിൽ, ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ നിന്നും ആ വിചാരധാരയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതിതായിരുന്നു: പശ്ചിമേഷ്യയിലെ പുന്തിൽ ഒരു കാലത്ത് ഒരുമിച്ചു ജീവിച്ചവരാണ് മനുഷ്യവർഗം മുഴുവൻ. അതിന് അദ്ദേഹം കൊല്ലവും കാലവും ഒക്കെ കണക്കൂട്ടിയിട്ടുണ്ട്. 8000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് അദ്ദേഹം കാലം കണക്കൂട്ടി പറയുന്നത്. അത് പശ്ചിമേഷ്യയിലെ പുന്തിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അറേബ്യയുടെ വശത്താണ് ഈ പറയുന്ന സ്ഥലം. ഇതിന് അവർക്കൊരു ഒരേ പ്രാക്ചരിത്രമുണ്ട് എന്നും അവർ ആത്യന്തികമായി അവരുടെ ഐക്യവും സമത്വവും തിരിച്ചറിയും എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, മനുഷ്യർ പശ്ചിമേഷ്യയിൽ ഒരു കാലത്ത് ഒരുമിച്ച് ജീവിച്ചു, അവിടെ ഉത്ഭവിച്ചു, അവിടെ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് മാറി. എന്നാലും അവരെല്ലാവരും അവരുടെ സമത്വവും അവരുടെ പൂർവിക ബോധവും തിരിച്ചറിഞ്ഞ് ഒരു കാലത്ത് തിരിച്ചറിയും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ ഒരു സാർവലൗകികത ഉണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ഇതിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയായിരുന്നു, ഇത് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയായിരുന്നു, ഈ ആശയത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗവേഷണങ്ങൾ മുഴുവൻ. പൊതുവെ അദ്ദേഹത്തിന് ഇത് പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര പഠനത്തിൽ ഒരു ദൗർബല്യമുണ്ട് എന്ന് പല ആളുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ചരിത്ര പഠനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് വെച്ചാൽ, വളരെ ശാസ്ത്രീയമായിട്ടുള്ള മാപിനികൾ ഉപയോഗിച്ച് നടത്തേണ്ട ചരിത്ര പഠനം ആ വിധത്തിലല്ല ഇദ്ദേഹം നടത്തിയത് എന്നുള്ള ഒരു കുറ്റാരോപണമുണ്ട്. ഇദ്ദേഹം തന്നെ അത് സ്വയം ഏറ്റു പറയുന്നുണ്ട്. എൻ്റെ ചരിത്ര പഠനത്തെ ഒരു മണ്ടത്തരമായി കണക്കാക്കുന്നവരുണ്ട് എന്നൊക്കെ തന്നെ ഇദ്ദേഹം ഏറ്റു പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം അത് അങ്ങനെയല്ല ചരിത്രം പഠിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും അക്കാലത്തുണ്ടായിട്ടുള്ള ചരിത്രത്തിലുണ്ടായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും, അല്ലെങ്കിൽ ഒട്ടുമിക്ക പുസ്തകങ്ങൾ പഠിക്കുകയും
അതിനെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ തനതായ രീതിയിൽ ഗവേഷണം നടത്തുകയും ചെയ്യാനുണ്ടായത്. ഏറെക്കുറെ അത് നമുക്ക് ഇങ്ങനെയാണ് എന്ന് പറയാം. ആ കാലത്തെ കഥകൾ, ആ കാലത്തെ ഐതിഹ്യങ്ങൾ, അക്കാലത്തെ നാടോടിപ്പാട്ടുകൾ, ആ കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ എല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം ചരിത്ര നിരീക്ഷണം നടത്തുകയാണ് ഉണ്ടായത്. അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗവേഷണ രീതി. പലപ്പോഴും നമുക്ക് അത് ശരിയാണോ എന്ന് ചിലപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ കാലത്ത് നിന്ന് സംശയം തോന്നാം. പക്ഷേ ഇദ്ദേഹത്തിന് ഇക്കാലത്തിനൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതിലൊക്കെ ഉപരിയായി 1930കളിലാണ് ഇത്തരം ചരിത്ര ഗവേഷണം നടത്തിയത് എന്ന് ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പശ്ചിമേഷ്യയിൽ നിന്നും വന്ന ഒരു മനുഷ്യവർഗത്തിൻ്റെ തുടർച്ചയാണ് എല്ലാവരും എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുമ്പോൾ അതിന് തെളിവുകളായിട്ട് അദ്ദേഹം ഓരോന്നോരോന്ന് പറയുകയാണ്. അതിന് അദ്ദേഹം പ്രധാനമായി പറയുന്ന ചില കാര്യങ്ങൾ, ഓരോ രാജ്യത്തുമുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഥയുണ്ടെങ്കിൽ അതേ കഥ തന്നെ മറ്റൊരു രൂപത്തിൽ മറ്റൊരു രാജ്യത്തുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രൊമിത്യസ് സ്വർഗത്തിൽ നിന്നും അഗ്നി മോഷ്ടിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് ഗ്രീക്ക് മിത്തോളജിയിലെ കഥയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പ്രൊമിത്യൂസ് സ്വർഗത്തിൽ നിന്നും അഗ്നി മോഷ്ടിച്ച് മനുഷ്യരിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കഥ. ഇത് തന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ മിത്തോളജിയിലുമുണ്ട്. അതിൽ അദ്ദേഹം കണ്ടെത്തിയത് മാതിരീശ്വൻ എന്ന് പറയുന്ന ആൾ ഭൃഗുക്കളുടെ ഇടയിലേക്ക് അഗ്നിയുമായി വന്നു എന്നാണ്. ഇതുപോലെ ഓരോ കഥയെയും, ഓരോ പുരാണത്തെയും, ഓരോ കെട്ടുകഥയെയും അദ്ദേഹം മനുഷ്യവർഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അത് കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അതിന് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ മറ്റൊരു ഉദാഹരണം പറയാം. അദ്ദേഹം പറയുന്നത്, പരശുരാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ കൊണ്ടു നടക്കുന്നു, കേരളത്തിലും കൊണ്ടു നടക്കുന്നു. അതിൽ അദ്ദേഹം ഒരു എതിരഭിപ്രായം പറയുന്നുണ്ട് കേട്ടാ. കേരളത്തിൽ ആദി പരശുരാമൻ എന്ന് പറയുന്ന ആളല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ പരശുരാമൻ എന്ന് പറയുന്ന ആൾ. അതായത് ഇന്നത്തെ കേരളത്തിലേക്ക് അല്ല ആദി പരശുരാമൻ കേരളീയ പൂർവികരെ നയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും പരശുരാമൻ എന്നത് ഒരാളല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പരശുരാമന്മാരുണ്ടായിരുന്നു, ഓരോ പ്രളയകാലത്തും ഓരോ പരശുരാമൻ ഉണ്ടായിരുന്നു എന്നുള്ള വാദക്കാരനാണ് അദ്ദേഹം. അതിലൊക്കെ ഉപരിയായി നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിൻ്റെ എല്ലായിടത്തും ഒരേ കഥകളിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങൾ വിവിധ രൂപത്തിലുണ്ട് എന്ന് തെളിയിക്കുന്നതിനും നേരത്തെ സൂചിപ്പിച്ച പശ്ചിമേഷ്യയിൽ നിന്നും ആരംഭിച്ച മനുഷ്യവർഗത്തിൻ്റെ യാത്ര അങ്ങനെ തുടർന്നു എന്ന് പറയുന്നതിനും അദ്ദേഹം ഇങ്ങനെ കൂടി പറയുന്നു, അറബികൾക്ക് മുസ്ലിമിങ് എന്ന് പറയുന്ന ഒരു പരശുരാമൻ ഉണ്ടായിരുന്നു, എബ്രയാൾക്ക് ആദിനോഹയുടെ പുത്രൻ എന്ന് പറയുന്ന ഒരു പരശുരാമൻ ഉണ്ടായിരുന്നു, ഗ്രീക്കുകാർക്ക് ഹെർക്കുലിസ് എന്ന് പറയുന്ന ഒരു പരശുരാമൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കൽപ്പാന്തത്തോറും, ഓരോ കൽപ്പങ്ങൾ കഴിയുന്നോറും ഓരോ പരശുരാമന്മാർ ഓരോ കഥകളിലും ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചരിത്ര ഗവേഷണ രീതി. അതിന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ചരിത്രം നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. കാരണം വലിയ ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് വളരെ ചെറിയ സമയം കൊണ്ട് കുഞ്ഞു കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊരു വളരെ രസം തോന്നിയ ഒരു കാര്യം പറയാം. അശോകചക്രം നമുക്ക് എല്ലാവർക്കും അറിയാം, സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് കണ്ടെടുത്തത്. എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളെല്ലാവരും സാധാരണഗതിയിൽ അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ചന്ദ്രക്കലയും നക്ഷത്രങ്ങളും പാകിസ്ഥാൻ്റെ കൊടിയുടെ ഭാഗവുമാണ്. ഇത് രണ്ടും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇദ്ദേഹം പറയുന്നത് ഇവയെല്ലാം പൂർവ്വകാലത്ത് അറേബ്യയിൽ ഉത്ഭവിച്ചതാണ് എന്നാണ്. ഞാൻ ആവർത്തിക്കാം, അശോകചക്രവും നമ്മുടെ അശോകസ്തംഭത്തിലുള്ള നമ്മുടെ കൊടിയിലുള്ള അശോകചക്രവും പാകിസ്ഥാൻ കൊടിയിലുള്ള ചന്ദ്രക്കലയും നക്ഷത്രവും എല്ലാം പൂർവ്വകാലത്ത് അറേബ്യയിൽ ഉത്ഭവിച്ചതാണ്. അദ്ദേഹം പോകുന്നത് വീണ്ടും ആദ്യം അദ്ദേഹം പറഞ്ഞ ആശയത്തിലേക്കാണ്. പശ്ചിമേഷ്യയിലെ പുന്തിൽ ഒരു കാലത്ത് ഒരുമിച്ച് ജീവിച്ചിരുന്നവരാണ് നാം എല്ലാം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം. ഇതിന് കണ്ടമാനം ഉദാഹരണങ്ങൾ, ഇതൊക്കെ വെറുതെ അല്ല അദ്ദേഹം പറയുന്നത്, തെളിവുകൾ സഹിതം വർഷങ്ങളൊക്കെ കണക്കുകൂട്ടി വളരെ കൃത്യമായിട്ടാണ് പറയാൻ ശ്രമിച്ചത്. ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ ആ ഭാഗം വിടാൻ ആലോചിക്കുകയാണ്. അതിലൊന്ന്, ദ്രാവിഡർ, അത് നമ്മൾ ദക്ഷിണേന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെ ദ്രാവിഡർ എന്ന് പറയുന്നു. ആ ദ്രാവിഡർ
അദ്ദേഹം അവകാശപ്പെടുന്നത് ആൾപെയിൻ അഥവാ മുണ്ടർ എന്ന് പറയുന്ന വർഗവും അവരിവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പൂർവികരും ചേർന്ന് കൊണ്ടാണ് ദ്രാവിഡരുണ്ടായത്. ഇവിടുത്തെ പൂർവികർ എന്ന് പറയുന്നത് ആരാണെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അത് പുലയരാണ്, പറയരാണ്, മലവേടരാണ്. ഇവരുടെ സമ്മേളനമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പുലയരുടെയും പറയരുടെയും മലവേടരുടെയും ഇവിടേക്ക് വന്ന മുണ്ടരുടെയും സമ്മേളനം ആയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സമ്മിശ്രമായിട്ടുള്ള ഒരു ജനതയാണ് ദ്രാവിഡർ എന്ന വിഭാഗം ഉണ്ടായിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ ഇന്ന് ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്ത്യയിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നത് വാൽമീകി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കരുതുന്നത് പോലെ വാൽമീകം കൊണ്ട് മൂടപ്പെട്ട ആളൊന്നുമല്ല. അദ്ദേഹം പഞ്ചാബിൽ ജനിച്ച ഒരാളാണ്. പഞ്ചാബിൽ അദ്ദേഹം ജനിച്ച സ്ഥലത്തിന് വാൽമീകം എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ് വാൽമീകി എന്ന് വന്നത് അദ്ദേഹം പറയുന്നു. അതേപോലെ ശ്രീകൃഷ്ണൻ കാശ്മീരിലാണ് ജനിച്ചത് എന്നും അദ്ദേഹം ചരിത്ര പഠനത്തിൻ്റെ ഭാഗമായി പറയുന്നു. മറ്റൊരു വളരെ ശ്രദ്ധേയമായി തോന്നിയ രസം തോന്നിയ ഒരു കാര്യം, ശങ്കരാചാര്യർ കൊച്ചി രാജ്യത്ത് കുമ്പളത്താണ് ജനിച്ചത് എന്നും ചേന്നമംഗലത്താണ് മരിച്ചത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ ചരിത്ര പഠനങ്ങൾ പ്രത്യേക രീതിയിലുള്ള ചരിത്ര പഠനങ്ങളായിരുന്നു എങ്കിൽ പോലും അത് 1930കളിൽ നടത്തിയ ഒരു വലിയ പഠനമായിട്ടും ശ്രദ്ധേയമായ പഠനമായിട്ടും തന്നെയാണ് എന്നും കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പത്രപ്രവർത്തന ജീവിതത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. അദ്ദേഹം ഏതാണ്ട് 1922 മുതലാണ് ശ്രദ്ധേയമായിട്ടുള്ള പത്രപ്രവർത്തനം തുടങ്ങുന്നത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, അദ്ദേഹം ഒരു നിയമജ്ഞനൊക്കെയായി ജീവിതം ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പത്രപ്രവർത്തനത്തിലേക്ക് അദ്ദേഹം കടക്കുന്നത്. അദ്ദേഹം ആദ്യകാലത്ത് ട്യൂട്ടറായി, കോളേജ് അധ്യാപകനായി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ 1922 മുതൽ ഏതാണ്ട് 22 മുതലാണ് അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള പത്രപ്രവർത്തനം തുടങ്ങുന്നത്. അദ്ദേഹം സമദർശി എന്ന് പറയുന്ന ഒരു പത്രത്തിൽ എഡിറ്ററായിട്ട് 4 വർഷക്കാലമാണ് പ്രവർത്തിച്ചത്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള എഡിറ്റോറിയലാണ്. നമ്മൾ സ്ഥിരം പറയുന്ന വാക്ക് തന്നെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ മൂർച്ചയുള്ള സാമൂഹ്യ വീക്ഷണമുള്ള, സാമൂഹ്യ വിമർശനമുള്ള എഴുത്തായിരുന്നു അദ്ദേഹം സമദർശിയിൽ നടത്തിയത്. പക്ഷേ ഈ സമദർശിയിൽ നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അക്കാലത്തുണ്ടായ തിരുവിതാംകൂർ പത്രപ്രവർത്തന റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ടിന് എതിരെയും അദ്ദേഹം ഈ പത്രത്തിൽ എഴുതി. ഇത് ഇങ്ങനെ എതിരെ എഴുതിയപ്പോൾ പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിന് ഇദ്ദേഹവുമായി ഒന്ന് കലഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ജോലിയിൽ നിന്നും ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. നമുക്കറിയാം, പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിനുണ്ടായിട്ടുള്ള പേരും പ്രസിദ്ധിയും ഒക്കെ കേസരി എന്നുള്ള ഒരു ആഴ്ചപ്പതിപ്പ് നടത്തിയിട്ടാണെന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് അദ്ദേഹം പ്രബോധകൻ എന്നൊരു പത്രം നടത്തി. ഏതാണ്ട് 3 മാസക്കാലമാണ് അദ്ദേഹത്തിന് ഈ പത്രം നടത്താൻ സാധിച്ചുള്ളൂ. നേരത്തെ പറഞ്ഞിട്ടുള്ള കോടതി അലക്ഷ്യ നേരത്തെ അദ്ദേഹം തിരുവിതാംകൂർ പത്രപ്രവർത്തക റെഗുലേഷൻ ആക്ടിനെതിരെ എഴുതിയിട്ടുള്ള കാര്യങ്ങളും മറ്റു ചില അദ്ദേഹത്തിന് എതിരെ ചില നിയമ നടപടികളൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രബോധകൻ എന്ന പത്രം അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. എന്നാൽ ഈ സമയത്തേക്കും അദ്ദേഹം സ്വന്തം പ്രസ് സ്ഥാപിച്ചിരുന്നു. ആ പ്രസ്സിൻ്റെ പേര് ശാരദാ പ്രസ് എന്നാണ്. നമുക്ക് എപ്പോഴും കാണാം, ഈ സ്വാതന്ത്ര്യ സമരകാലത്തിന് മുമ്പുണ്ടായിട്ടുള്ള ആളുകൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പ്രസ് നടത്താനായിട്ട് ധാരാളം കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അത് മുഹമ്മദ് അബ്ദുറഹ്മാനായാലും ഈ സംഗതി നമുക്ക് കാണാം. അൽ അമീൻ പ്രസ് തുടങ്ങുന്നതിനുള്ള പ്രശ്നങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പണസമ്പാദനവും, അതേപോലെ തന്നെ ശാരദാ പ്രസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ പോയി സംഭാവന പിരിച്ചുകൊണ്ടാണ് ശാരദാ പ്രസ് തുടങ്ങുന്നത്. ഈ ശാരദാ പ്രസ്സിൽ ഇദ്ദേഹം നാം നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രബോധകൻ എന്ന പത്രം തുടങ്ങിയെങ്കിലും അത് അധികകാലം നിന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹം കേസരി എന്ന ആഴ്ചപ്പതിപ്പ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ആഴ്ചപ്പതിപ്പാണ്. അദ്ദേഹം നടത്തിയിരുന്ന നാരായണപിള്ള എന്നായിരുന്ന ആ സുഹൃത്ത്, ആ സുഹൃത്തിൽ നിന്നും അദ്ദേഹം വാങ്ങിയിട്ട് നടത്തുകയാണ്. 1930 മുതൽ കേസരി എന്നാണ് ആ ആഴ്ചപ്പതിപ്പിൻ്റെ പേര്. അത് ബുധനാഴ്ചയാണ് ഇറങ്ങിയിരുന്നത്. 1930 മുതൽ അദ്ദേഹം അത് വളരെ ശക്തമായിട്ട്, അവിടെയാണ് ഈ ശക്തമായി ഈ പത്രം, ഈ ആഴ്ചപ്പതിപ്പ് നടത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും മൂർച്ചയുള്ള, ഏറ്റവും ശക്തനായ ഒരു പത്രാധിപരായിട്ട് ഇദ്ദേഹത്തെ മാറ്റുന്നതും. വെറും 5 വർഷക്കാലം മാത്രം നടത്തിയ
കേസരി എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പിലൂടെയാണ് അദ്ദേഹം പിന്നീട് കേസരി ബാലകൃഷ്ണപിള്ളയായി മാറിയത്. അതുവരെ എ ബാലകൃഷ്ണപിള്ളയായിരുന്ന അദ്ദേഹം കേസരി ബാലകൃഷ്ണപിള്ളയായി പരിവർത്തനം ചെയ്യപ്പെടുന്നത് വെറും 5 വർഷക്കാലം ഒരു ആഴ്ചപ്പതിപ്പ് നടത്തിയത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, ആ ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയലിനുണ്ടായിരുന്ന ശക്തിയാണ് നമുക്ക് വ്യക്തമായി തരുന്നത്. അതിന് ശക്തമായിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ നമുക്കിവിടെ ഒന്ന് നോക്കി പോവാം. സർ CP രാമസ്വാമി അയ്യർ അക്കാലത്ത് ഏറ്റവും ഭരണകൂടത്തിൻ്റെ വക്താവ് എന്നുള്ള നിലക്ക് ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിരുന്ന, ദ്രോഹിച്ചിരുന്ന, ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാണിച്ചിരുന്ന, രാജാവിനോടൊക്കെ കൂറു പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുക, അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെ വലിയ കുറ്റമായിരുന്നു, രാജ്യദ്രോഹമായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം തൻ്റെ ഈ വാരികയിലൂടെ, സ്വദേശാഭിമാനി എന്ന് പറയുന്ന വാരികയിലൂടെ, അദ്ദേഹം തൻ്റെ വാരികയിലൂടെ ഇങ്ങനെ പറയുന്നത്: ദേശാഭിമാനത്തിൻ്റെ കണികയെങ്കിലുമുള്ള ഏതൊരു വഞ്ചിവാസിയുടെയും കർത്തവ്യമാണ് ഈ സർ CP രാമസ്വാമി അയ്യരെ പുറത്താക്കുക എന്നുള്ളത്. നാട്ടാരുടെ നട്ടെല്ലു വിയർപ്പിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ഭാഗവും ശമ്പളവും പടിയുമായി വാങ്ങിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ പണി ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ ശമ്പളവും പടിയും, നാട്ടാരുടെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശമ്പളവും പടിയും വാങ്ങി ജീവിക്കുന്ന ഇദ്ദേഹം നാട്ടാരുടെ കഴുത്തിൽ കത്തി വെക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് സർ CP ഇവിടെ നിന്നും തുരത്തണം എന്ന് ശക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് പത്രപ്രവർത്തനമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി. ഇന്ന് പത്രപ്രവർത്തനം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെലിവിഷൻ വാർത്ത എന്ന് പറഞ്ഞാൽ അതൊരു ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ ഒരു വാർത്തയായി പറഞ്ഞിരുന്നതാണ്. പിന്നീട് അത് വസ്തുതയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി ആലങ്കാരികമായിട്ട് അതൊരു സ്റ്റോറിയാക്കി പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കുമ്പോൾ അതൊരു ആഘോഷമാണ്, വാർത്താ ആഘോഷമാണ്. എന്ന് പറഞ്ഞാൽ ആഘോഷിക്കപ്പെടുന്ന ധാരാളം പത്രപ്രവർത്തകർ അല്ലെങ്കിൽ ധാരാളം പത്രപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഒരിടത്ത് നിന്ന് പല രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആ വാർത്ത തന്നെ ഇല്ലാതാകുകയും അതൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന സമയത്താണ്, അതേപോലെ തന്നെ ഭരണാധികാരികൾക്കെതിരെ ശബ്ദമുയർത്താൻ ശക്തി തെളിയിക്കാത്ത അല്ലെങ്കിൽ ശക്തിയില്ലാത്ത വിധത്തിലേക്ക് അധപ്പതിച്ചിരിക്കുന്ന ഈ പത്രപ്രവർത്തനത്തിൻ്റെ കാലത്താണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം എത്രത്തോളം ശക്തമായിരുന്നു എന്ന് ബോധ്യമാവുന്നത്. പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എഡിറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിച്ചു പോവാം. അത് വളരെ ഏറ്റവും അത്ഭുതം തോന്നുന്നത്, നമുക്കറിയാം ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 70കളിലൊക്കെയാണ് അത് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അതൊരു വളരെ പഴയ ഒരു കാര്യം അല്ല. എന്നാൽ 30കളിലും 40കളിലും ഒക്കെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് പത്രത്തിൽ എഴുതിയിരിക്കുന്നു, അത് തന്നെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: K. അയ്യപ്പൻ അക്കാലത്ത് കൊച്ചി നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. അതിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട്, അദ്ദേഹത്തിനെ പിന്താങ്ങിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി നടപ്പിലാക്കേണ്ടതാണ്. അതിന് കുട്ടികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് വല്ല സ്വയം നിയന്ത്രിച്ചതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതിലുപരിയായി സ്ത്രീകൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ വിവാഹപ്രായം ഉയർത്തുകയും വേണം. ദരിദ്രരുടെ ഇടയിൽ ഇതൊക്കെ പ്രത്യേകിച്ച് നടത്തണം. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് കൊച്ചി നിയമസഭയിൽ K. അയ്യപ്പൻ കൊണ്ടുവന്ന പ്രമേയത്തെ പിന്താങ്ങുന്നു എന്ന് 40കളിലാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് ഓർക്കണം. നമ്മളിപ്പോൾ 2024 നിന്നുകൊണ്ട് ജനസംഖ്യാ വിരുദ്ധമായിട്ടുള്ള ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ഓരോ ജാതിക്കാരും മതക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇദ്ദേഹം എത്രയോ ക്രാന്തദർശിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം. ഇദ്ദേഹം സാഹിത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സാഹിത്യത്തിനെ കുറിച്ച് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ധാരാളം കാര്യങ്ങൾ പറയുകയും നിരൂപണ സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവ നേരത്തെ സാബിർ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിൻ്റെ ഭാഷാ വിജ്ഞാനം, 15 ഭാഷകളാണ് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നത്. 15 ഭാഷകൾ, മലയാളം അടക്കമുള്ള 4 തെന്നിന്ത്യൻ ഭാഷകൾ,
8 യൂറോപ്യൻ ഭാഷകൾ, അറബിക്ക്, ചൈനീസ്, അങ്ങനെ അദ്ദേഹത്തിന് സംസ്കൃതം, ഇങ്ങനെ 15 ഭാഷകൾ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷമായ കാര്യം. നമ്മൾ ഇപ്പോൾ ഒരു 10-60 വയസ്സായിട്ടുള്ള ആളുകൾ എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന സാഹിത്യകാരൻ ലോക സാഹിത്യത്തെ കേരളത്തിലെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി എന്നൊക്കെ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ വളരെ മുമ്പ് ലോക സാഹിത്യത്തെയും ലോകത്തിലെ ഓരോ സാഹിത്യ ചലനങ്ങളെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് അക്കാലത്ത് നമ്മൾ ഒരു ബുദ്ധിജീവി എന്ന് പറയുന്ന പദം കേട്ടാൽ ആദ്യം ഓർക്കുക കേസരി ബാലകൃഷ്ണ പിള്ളയെയാണ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിജീവി എന്ന പദം 40കളിലൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദം പറയുമ്പോൾ ആദ്യം ഓർക്കുക കേസരി ബാലകൃഷ്ണ പിള്ളയെയാണ് എന്ന്. ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യവുമായിട്ടുള്ള ചില സംഭാവനകളെയാണ്. ചില വലിയ സംഭാവനകളാണ്, അതിൽ ചിലതിനെ കുറിച്ച് മാത്രം പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ചിന്തകനായിട്ടുള്ള ദിദറോ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നു. അതായത് സാഹിത്യത്തിനൊരു പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാതെ സാഹിത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ പ്ലാനിങ് അദ്ദേഹം ഒരു 12 സബ് ഹെഡിങ്സ് ഒക്കെ പറഞ്ഞിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ന മേഖലയിൽ പ്ലാനിങ് വേണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി പറയുന്നുണ്ട്. എല്ലാത്തിലും അദ്ദേഹം ഊന്നുന്നത് സാഹിത്യകാരൻ സാഹിത്യ പ്രവർത്തനം നടത്തുമ്പോൾ, എഴുതുമ്പോൾ അതിൽ സോഷ്യൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം ഒന്ന്. മറ്റൊന്ന്, വായനക്കാരിൽ സ്തോഭം ജനിപ്പിക്കുന്നതായിരിക്കണം എഴുത്ത്. മറ്റൊന്ന്, ഈ സ്തോഭം ജനിപ്പിക്കുക എന്നുള്ളതിന് അദ്ദേഹം വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വായനക്കാർക്ക് വഴങ്ങിക്കൊടുക്കാതെ, വായനക്കാരുടെ ഇഷ്ടത്തിന് പോകാതെ, വായനക്കാരുടെ അടിക്കുന്നതായിരിക്കണം എഴുത്ത്. പ്രത്യേകിച്ച് പുരോഗമന സാഹിത്യം അങ്ങനെ തന്നെയായിരിക്കണം. രസിപ്പിക്കുന്നതാകണം എന്നല്ല സാഹിത്യത്തെക്കുറിച്ച് കാണേണ്ടത്, മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതാകണം സാഹിത്യം എന്നാണ് ഇദ്ദേഹം പല ചിന്തകരെയും കോട്ട് ചെയ്തുകൊണ്ട്. നാടകത്തെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം പറഞ്ഞ ഒരു വാചകമുണ്ട്. നാടകം ക്ലിപ്ത സമയത്തിനുള്ളിൽ കളിച്ചു തീർക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ കാണികളിൽ സ്തോഭം ജനിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നാടകം പരാജയപ്പെടും. ആ ക്ലിപ്തമായ സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കണം. പക്ഷെ നോവലിലാണെങ്കിൽ അങ്ങനെ വേണമെന്നില്ല. വിവരണ ചാതുര്യത്തിൽ നിന്നുകൊണ്ടുള്ള രസം ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ നാടകം എങ്ങനെയായിരിക്കണം, നോവൽ എങ്ങനെയായിരിക്കണം, കവിത എങ്ങനെയായിരിക്കണം, ഓരോ കാര്യത്തെക്കുറിച്ചും ഏറ്റവും കൃത്യമായിട്ട് മലയാളത്തിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ ഇത്രയും ശക്തമായിട്ടും ഇത്രയും സമഗ്രമായും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് ബോധ്യപ്പെടും. പ്രിയമുള്ളവരെ, കാവ്യത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം ഇടപ്പള്ളി, ചങ്ങമ്പുഴ, ജി ശങ്കരക്കുറുപ്പ് തുടങ്ങിയവരുടെ കൃതികൾക്ക്, ഏതാണ് കൃതി എന്ന് എനിക്കിപ്പോൾ നോക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല, ഇടപ്പള്ളിയുടെയും ചങ്ങമ്പുഴയുടെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും കൃതികൾക്ക് അദ്ദേഹം സുദീർഘമായിട്ടുള്ള അവതാരികൾ എഴുതിയിട്ടുണ്ട്. MC ജോസഫിൻ്റെ ഒരു കൃതിക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ സുദീർഘങ്ങളായിട്ടുള്ള അവതാരികകൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നിരൂപണ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായിട്ട് നമുക്കത് കണക്കാക്കാമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ കാലത്ത് ഏറ്റവും പ്രസിദ്ധനായ കവിയാണ് ഇടപ്പള്ളി, ആ കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായ കവിയാണ് ചങ്ങമ്പുഴ, എന്നും നിലനിൽക്കുന്ന ഒരു കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഇവരുടെയൊക്കെ കൃതികൾക്ക് എഴുതിയിട്ടുള്ള സുദീർഘമായ ആ വാക്ക് ഞാൻ ഒന്നുകൂടി ദീർഘിപ്പിച്ച് തന്നെ പറയാണ്, കാരണം അത്രക്കും വലുതാണത്. ആ അവതാരികകൾ നിരൂപണ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഏതാണ്ട് എൻ്റെ ഒരു നോട്ടത്തിൽ ഇങ്ങനെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാവ്യത്തിന് ഓജസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫോഴ്സ്, ശക്തി ഉണ്ടായിരിക്കണം. ജി ശങ്കരക്കുറുപ്പിന് അതുണ്ടായിരുന്നു, കുമാരനാശാൻ അതുണ്ടായിരുന്നു എന്ന് തെളിവ് സഹിതം അദ്ദേഹം പറയുന്നു. അതേപോലെ കാവ്യത്തിന് മാധുര്യമുണ്ടായിരിക്കണം. അപ്പൊ ആർക്കാണ്, ഏത് കവിക്കാണ് ഇതിൽ മാധുര്യം ഏറിയിരുന്നത്, എന്തുകൊണ്ടാണ് അത് മാധുര്യം ഉണ്ടായിരുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ പദപ്രയോഗമിതത്വം, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദമാണ് പദപ്രയോഗമിതത്വം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. പ്രസാദാത്മകമായിരിക്കണം. ഉദാഹരണമായിട്ട് കാവ്യത്തിന്റെ പ്രസാദാത്മകതയെക്കുറിച്ച് അദ്ദേഹം ഉദാഹരണമായിട്ട് ചങ്ങമ്പുഴയെ തന്നെയാണ് പറയുന്നത്. അതേപോലെ വാക്മിത്തം ഉണ്ടായിരിക്കണം. അപ്പോൾ പദപ്രയോഗമിതത്വം എന്ന വാക്കും വാക്മിത്തം എന്നൊരു വാക്കും നമുക്ക് പെട്ടെന്ന് ഒരുപോലെ തോന്നും. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത് രണ്ടും രണ്ടാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ വിവരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും സാധാരണ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ വിഷയം ആവർത്തിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
നമ്മളാണെങ്കിൽ പൊതുവെ വിഷയം ആവർത്തിക്കുന്നതിന് എതിരായിട്ടാണ് ചിന്തിക്കാറ്. പക്ഷേ ബാലകൃഷ്ണപിള്ള പറയുന്നത്, കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നത്, വിഷയം ആവർത്തിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, മറിച്ച് കവിത്വം ഉണ്ടായിരിക്കണം, സ്വന്തമായ കൽപ്പനാശക്തി ഉണ്ടായിരിക്കണം, നവീനത്വം ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ഉണ്ടായാൽ, കവിത്വം ഉണ്ടായാൽ, സ്വന്തമായ കൽപ്പനാശക്തി ഉണ്ടായാൽ, നവീനത്വം ഉണ്ടായാൽ, അത് ലോകത്ത് പലപ്പോഴും പല വിഷയങ്ങളും മനുഷ്യർക്ക് ആവർത്തിക്കേണ്ടി വരും. പക്ഷെ അത് ആവർത്തിക്കുന്നതിലല്ല കുഴപ്പം, കവിത്വമില്ലായ്മയിലാണ് കുഴപ്പം, സ്വന്തമായ കൽപ്പനാശക്തി ഇല്ലാത്തതിലാണ് കുഴപ്പം, നവീനത്വം ഉണ്ടാക്കാൻ കഴിയാത്തതിലാണ് കുഴപ്പം, അല്ലാതെ ഒരു വിഷയം ആവർത്തിക്കുന്നതിലല്ല കുഴപ്പം എന്നും അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, ഇദ്ദേഹം തമാശയായിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഒരു ചെറിയ വായനയിൽ കിട്ടുന്ന കാര്യമാണ്. അല്ല, നിരന്തരമായിട്ട് കേസരിയെ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. അതിൻ്റെ എല്ലാ പരിമിതിയും എൻ്റെ ഈ സംഭാഷണത്തിൽ ഉണ്ടാകും. അദ്ദേഹം പറയുന്ന ഒരു സാഹിത്യ സങ്കേതങ്ങളും സയൻസും എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വല്ലാത്തൊരു തമാശയായിട്ട് തോന്നി. അത് ഞാൻ പങ്കുവെക്കാം. അത് ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂര്യകാന്തി എന്ന് പറയുന്ന കവിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ആര്യമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്നെ പുച്ഛിച്ചതാണ് ഈ ലോകം. ആവർത്തിക്കാം: ആര്യമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്നെ പുച്ഛിപ്പതാണ് ഈ ലോകം. എന്നിട്ട് ഇദ്ദേഹം ഒരു തമാശ കലർത്തി പറയാണ്, അങ്ങനെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല, സോയാബീനേക്കാൾ പ്രോട്ടീൻ സൂര്യകാന്തിയിലുണ്ട് എന്ന് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ഇന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു തമാശയായിട്ട് എടുക്കണോ ശാസ്ത്ര സത്യമായിട്ട് എടുക്കണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ കണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇദ്ദേഹം എൻ്റെ സംഭാഷണം എത്രത്തോളം കൂടുന്നുണ്ട് കുറയുന്നുണ്ടെന്നുള്ളത് നിയന്ത്രിച്ചാൽ മതി കേട്ടോ അധ്യക്ഷ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഞാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. അതിനിടയിൽ ഇടപെടണമെങ്കിൽ ഇടപെട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം നോവൽ സാഹിത്യത്തെക്കുറിച്ച് വളരെ ഗഹനമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോക സാഹിത്യത്തിലെ നോവലും ലോക സാഹിത്യത്തിലെ കഥകളും ലോക സാഹിത്യത്തെ നാടകങ്ങളും നിരൂപണങ്ങളും ഒക്കെ വായിച്ചുകൊണ്ട് അത് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ തകഴിയെ അധിക്ഷേപിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. തകഴിയുടെ ശല്യം എന്നൊക്കെയാണ് അതിന് അദ്ദേഹം പറയാറുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, തകഴി വളരെ ശ്രദ്ധേയനായ മഹാനായ എഴുത്തുകാരനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത്. തകഴി തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, തൻ്റെ എഴുത്തിന് ഏറ്റവും പ്രേരണ നൽകിയിട്ടുള്ള, തനിക്ക് ശക്തി നൽകിയിട്ടുള്ള ഒരാളാണ് ബാലകൃഷ്ണപിള്ള എന്ന് തകഴിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു സ്നേഹിതനെ നേടാനായിട്ട്, ഇതൊരു പണ്ടൊരു ആൾ പറഞ്ഞ ഒരു കോട്ടിങ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തകഴിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്നേഹിതനെ നേടാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന സാമഗ്രികൾ മാത്രം മതി. അതായത് ധാരാളം വെണ്ണയും പഞ്ചസാരയും. ആവർത്തിക്കാം: ഒരു സ്നേഹിതനെ നേടാനായിട്ട് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാമഗ്രികൾ മതി. അതായത് ധാരാളം വെണ്ണയും പഞ്ചസാരയും മതി, നമുക്കൊരു സ്നേഹിതനെ ഉണ്ടാക്കാം. എന്നാൽ ഒരു ശത്രുവിനെ നേടുന്നതിന് ഒരാൾക്ക് വ്യക്തിമുദ്ര വേണം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി വേണം. ഇത് തകഴിക്കുണ്ടായിരുന്നു തൻ്റെ എഴുത്തിൽ. അതുകൊണ്ടാണ് തകഴിക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു. മഹാനായ ബഷീറിനെ കുറിച്ച് ഏറ്റവും കൃത്യമായ ഒരു കണ്ടെത്തലാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിമുദ്രാത്മകത്വമുള്ള എഴുത്തുകാരനായിരുന്നു ബഷീർ. നേരത്തെ സൂചിപ്പിച്ച പോലെ വായനക്കാരുടെ മുഖങ്ങളിൽ തൊഴിച്ചുകൊണ്ടാണ് ബഷീർ മുന്നേറിയത്. വ്യക്തിപരമായ അനുഭവങ്ങളും സൂക്ഷ്മ നിരീക്ഷണങ്ങളുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശക്തി. ഭൂഷാമാന്യതയോടുള്ള വെല്ലുവിളിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രചനകൾ. ആത്മാർത്ഥമായ സർവസാഹോദര്യം എന്ന് പറയുന്ന വിചാരം, ചിന്ത ആയിരുന്നു ബഷീറിനെ കീഴടക്കിയിരുന്നത്. അനീതികളോടുള്ള വെറുപ്പായിരുന്നു ബഷീറിൻ്റെ രചന. ഇതിലൊക്കെ ഉപരിയായി പ്രത്യേകതരം ഹാസ്യവാസനയും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉത്കൃഷ്ടമായ കലാവാസന ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ബഷീർ എന്ന് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും എടുത്തു പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഇതിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്: വ്യക്തിപരമായ അനുഭവങ്ങളും സൂക്ഷ്മ നിരീക്ഷണങ്ങളും വെച്ച് എഴുതുന്ന ഒരാൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതി ബഷീറിനുണ്ടായിരുന്നു. പക്ഷേ ആ പരിമിതി കുറച്ചത് അദ്ദേഹം യാത്രയിലൂടെ നേടിയിട്ടുള്ള വിശാലമായ അനുഭവങ്ങളാണ് എന്നാണ്. പസാങ്ങിനെയും ബാൽസാക്കിനെയും ഫ്രോയിഡിനെയും ഡാർവിനെയും പ്രൂസ്റ്റിനെയും ഒക്കെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയ ആളാണ്. ഫ്രോയിഡ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കേസരി ബാലകൃഷ്ണപിള്ള ഒരു ഫ്രോയിഡൻ ആയിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം
ചില കാവ്യങ്ങൾ വായിച്ചിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ട് കണ്ടു. ഈ കാവ്യങ്ങൾക്ക് ഗുണമില്ലാതെ പോയിരിക്കുന്നത് ഈ കാവ്യം എഴുതിയ ആൾക്ക് ജീവിതാനുഭവവും നിരീക്ഷണ പാഠവും കുറവായത് കൊണ്ടും അദ്ദേഹത്തിന് ഫ്രോയിഡൻ തത്വശാസ്ത്രം അറിയാത്തതുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ എവിടെയും ഫ്രോയിഡിൻ്റെ ആശയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഇത് പറയാനുള്ള ശേഷി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, 1930 ഹോമോസെക്സ്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞ ആളാണ് ഇദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഫ്രോയിഡിൻ്റെ ആശയത്തിൽ ഊന്നിക്കൊണ്ട്, അന്ന് ആ കാലത്ത് ഫ്രോയിഡിൻ്റെ ആശയം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിപ്ലവകരവുമായിരുന്നു, അതേപോലെ അസ്വീകാര്യവുമായിരുന്നു ഒരർത്ഥത്തിൽ. അതാണ് ആ അസ്വീകാര്യത ഉണ്ടായിരുന്ന വിപ്ലവകരമായിട്ടുള്ള ആ കാര്യത്തെ മലയാളത്തിലെ വിപ്ലവകാരിയായിട്ടുള്ള നിരൂപകൻ മലയാളത്തിലേക്ക് കൊണ്ടുവരികയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. അത് ഉറപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ഫ്രോയിഡൻ നിരീക്ഷണം അദ്ദേഹം കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് തന്നെയായിരിക്കും എം വിജയൻ മാഷിനും ഈ ഫ്രോയിഡൻ ആശയങ്ങളോടും മനഃശാസ്ത്ര നിരീക്ഷണത്തോടൊക്കെ ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ കേസരി ബാലകൃഷ്ണ പിള്ളയുടെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള, അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുകയും ആവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് മലയാളത്തിലെ എഴുത്തുകാരനാണല്ലോ എം വിജയൻ. അതുകൊണ്ട് ഇവർക്ക് ഒരു സമാനത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ സാഹിത്യത്തിൽ മനഃശാസ്ത്രത്തെ കൊണ്ടുവരുന്നു, അത് ഫ്രോയിഡൻ ആശയങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ശരിയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ കേരളത്തിലെ സോക്രട്ടീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചിന്തകൻ എന്നുള്ളതിലേക്കാണ് എല്ലാവരും പറഞ്ഞത്. അതിന് ഞാൻ നേരത്തെ ഒരു കാരണം പറഞ്ഞു. അക്കാലത്ത് കേരളത്തിലെ ബുദ്ധിജീവി എന്ന പദം കേട്ടാൽ ഓർക്കുന്നത് കേസരി ബാലകൃഷ്ണ പിള്ളയാണ് എന്നും പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ കേസരി ബാലകൃഷ്ണ പിള്ളയെക്കുറിച്ച് ജീവചരിത്രം എഴുതിയപ്പോൾ കേരളത്തിലെ സോക്രട്ടീസ് എന്നതിന് പേര് കൊടുത്തത്. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ഓർക്കണം. വി.ടി. ഭട്ടതിരിപ്പാടാണ് ആദ്യമായിട്ട് കേരളത്തിലെ സോക്രട്ടീസ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ആരാണെന്ന് ഒന്നുകൂടി ഓർത്തിരിക്കുക. വി.ടി. ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്. കേരളത്തിലെ സോക്രട്ടീസ് ആണ് എന്ന് ഇദ്ദേഹത്തിന് പേര് കൊടുത്തത്. അതേ പേരിൽ തന്നെ ഒരു ജീവചരിത്രം നമ്മുടെ കെ ബാലകൃഷ്ണൻ. പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയോ എന്ന് സംശയം. ഞാൻ പെട്ടെന്ന് നോക്കി പറയാം. ഇദ്ദേഹം 1935-42 കാലത്ത്, നമുക്കറിയാം ഒരേ കാലത്തും ഒരേ സദസ്സുകൾ ഉണ്ടായിട്ടുണ്ട്, സാഹിത്യ സദസ്സുകൾ. ഇപ്പോൾ എം ടിയുടെയൊക്കെ കാലത്ത് ഒരു പ്രത്യേക സദസ്സ് കാലിക്കറ്റിലുണ്ടായിരുന്നു, ബേപ്പൂരിലുണ്ടായിരുന്നു. അതേപോലെ എം ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ ചില സദസ്സുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ചില സദസ്സുകളാണ്. അതേപോലെ 1935-42 കാലത്ത് തിരുവനന്തപുരത്ത് കേസരിയുടെ ഒരു സദസ്സുണ്ടായിരുന്നു. അതൊരു വലിയ സദസ്സായിരുന്നു. അവിടെ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള സാഹിത്യത്തിലും സാമൂഹ്യ വീക്ഷണങ്ങളിലൊക്കെ ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു സദസ്സായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ കെ സുരേന്ദ്രൻ്റെ ജ്വാല എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഈ കഥാനായകൻ്റെ ജീവിത കഥയുമായി ബന്ധമുള്ളതാണ് എന്നും ഒരു സ്ഥലത്ത് വായിക്കുകയുണ്ടായി. അതേപോലെ വയലാറ് മാടവനപ്പറമ്പിലെ ചിത എന്ന് പറയുന്ന ഒരു കവിത ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 13 വിവർത്തന ഗ്രന്ഥങ്ങളടക്കം 41 കൃതികളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലായിട്ട് ഇപ്പോൾ ഉള്ളത്. ഞാൻ ആവർത്തിക്കുകയാണ്, 13 വിവർത്തന ഗ്രന്ഥങ്ങളടക്കം 41 കൃതികൾ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം, നമുക്കറിയാം, ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പതിപ്പായിരുന്ന ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്നവർ ഒരുമിച്ച് ചേർന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ ആരുടെ പക്ഷത്ത് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ സാധാരണ മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കണം, എഴുത്തുകാർ ആരുടെ പക്ഷത്ത് നിൽക്കണം എന്ന ചോദ്യത്തിന് സാധാരണ മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ള ചിന്തയുമായി വന്ന ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു. തുടർന്നു വന്ന പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആളുമായിരുന്നു. പക്ഷേ EMS അദ്ദേഹത്തെ ഒരു സമയത്ത് പെറ്റി ബൂർഷ ബുദ്ധിജീവി എന്നാണ് വിളിച്ചത് എന്ന് ഒരു സ്ഥലത്ത് വായിക്കാനിട വന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ EMSനെ തിരുത്താനായി പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രസിദ്ധനായ ആൾ കത്തെഴുതുകയും EMS ഒരു പുനർവായന നടത്തുകയും EMS പുനർവായന നടത്തിയതിന് ശേഷം യഥാർത്ഥത്തിൽ കേസരി ബാലകൃഷ്ണ പിള്ളയെക്കുറിച്ച് പറഞ്ഞത് തെറ്റായിപ്പോയി,
കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് ഇപ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞു എന്നും വായിക്കാനിട വന്നു. യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് കേസരിയുടെ പക്ഷം. അതിന് അദ്ദേഹം മനഃശാസ്ത്രത്തെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് യുവാക്കൾക്കാണ് സമൂഹത്തിൻ്റെ ഏറ്റവും പുതിയ ട്രെൻഡ് അറിയുന്നത്, യുവാക്കൾക്കായിരിക്കും ഏറ്റവും ബൗദ്ധികമായിട്ടുള്ള ഉയർന്ന നിലവാരമുള്ളത്. അതുകൊണ്ട് വൃദ്ധന്മാരായിട്ടുള്ള എഴുത്തുകാരെയോ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്. സ്വയം അങ്ങനെ അദ്ദേഹം വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, എന്നെപ്പോലുള്ള വൃദ്ധന്മാരെയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, യുവ എഴുത്തുകാരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് തിരുവനന്തപുരത്ത് ഒരു കെട്ടിടമുണ്ട്. അതുപോലെ തന്നെ പറവൂരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മ്യൂസിയം, ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ടുള്ള മ്യൂസിയം പറവൂരുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് 2 പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററികൾ വന്നിട്ടുണ്ട്. അതിൽ ഡോക്യുമെൻ്ററി എടുക്കാൻ ശ്രമിച്ച ഒരാൾ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ സവിശേഷതയുള്ളതാണ്. 2 മണിക്കൂർ ഡോക്യുമെൻ്ററിയാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാ പ്രഗത്ഭരും പറഞ്ഞ് ഇതെനിക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റാതെയായിട്ട് 77 മിനിറ്റിലേക്ക് ഞാൻ ഒരുവിധം ചുരുക്കിയതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പ്രഭാഷണം, എൻ്റെ ഈ ലളിതമായ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1989 വിജയമാഷ് എഴുതിയ ഈ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും ശരിയാവും എന്ന് തോന്നുന്നത്. അദ്ദേഹം നമ്മുടെ കഥാനായകൻ്റെ കേസരിയുടെ ലോകങ്ങൾ എന്ന പുസ്തകത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കേസരി ചരിത്രത്തിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ച നവലോക ആശയങ്ങൾ, സാർവദേശീയത, ഉദാരത, പുരോഗമന വിശ്വാസം, മനുഷ്യവർഗങ്ങളുടെ വ്യാവഹാരിക സമത്വം തുടങ്ങിയവ ഇന്ന് മിക്കവാറും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഈ തളർച്ചയിൽ കേരളീയ പ്രജ്ഞയുടെ വെളിച്ചം കെടാതെ നിൽക്കുവാൻ ബാലകൃഷ്ണപിള്ളയുടെ ഓർമ്മ പോലെ സഹായകമായ ഒന്നില്ല. നന്ദി, നമസ്കാരം.